ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജൂലൈ 31. ഈ പ്രഭാതത്തിൽ ദൈവവചനം ധ്യാനിക്കുന്നതിന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകിയ സമ്മാനം എന്നതാണ്. ആധാരവാക്യമായിട്ട് 1 കൊരിന്ത്യർ 12-ാം അധ്യായം 7-ാം വാക്യം വായിക്കുന്നു. എന്നാൽ ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം പൊതു പ്രയോജനത്തിനായി നൽകപ്പെടും. ഈ തിരുവചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പൊതുപ്രയോജനത്തിനായി നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ആത്മാവിന്റെ പ്രകാശനത്തെ കുറിച്ച് കാണും. പ്രിയ ദൈവമക്കളെ, ഇന്ന് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവവുമായി കൂടുതൽ സമയം ചെലവഴിക്കുക, അതോടൊപ്പം തന്നെ അവരാത്മാവിന്റെ നിറവിലായി തീരുക എന്നുള്ളതാണ്. ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടുക, ദൈവത്തോടു കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുക. പലപ്പോഴും നാം ഇതിൽ ഉദാസീനരായി തീരാറില്ലേ? നാം എത്ര സമയം ദൈവത്തിന്റെ സന്നിധിയിൽ ചെലവഴിക്കുന്നു? ദൈവാത്മ നിറവ് ലഭിക്കുന്നതിന് വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥനയിൽ എത്ര സമയം ചെലവഴിക്കുന്നു? വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയണമെങ്കിൽ നാം ദൈവത്തോടുകൂടെ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ദൈവത്തിന്റെ ആത്മാവിനാൽ നാം നിറയപ്പെട്ട് ജീവിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തു അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നതായി നമുക്ക് കാണാം. പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കാൻ ഇവിടെ കർത്താവ് കൽപ്പിക്കുകയാണ്. അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പിതാവ് വാഗ്ദത്തം ചെയ്ത കാര്യം, അതായത് ദൈവത്തിന്റെ ആത്മാവിനെ ദൈവമക്കൾക്കായി പകരും എന്നുള്ള ആ വാഗ്ദത്തം, അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തു തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് കൽപ്പിക്കുകയാണ്. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. പ്രിയ ദൈവമക്കളെ, തിരുവചനം പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 3-ാം വാക്യവും 5-ാം വാക്യത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, വെള്ളത്താലും ആത്മാവിലാലും നാം ഓരോരുത്തരും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ തിരുവചന സത്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ വെള്ളത്താലും എന്ന് പറഞ്ഞ സ്നാനം, വെള്ളത്താലുള്ള സ്നാനം അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാ നിറവ് നമ്മൾ പ്രാപിച്ചു, പരിശുദ്ധാത്മാ സ്നാനം ആവശ്യമാണ്. ഈ 2 സ്നാനങ്ങൾ ക്രിസ്ത്യാനികൾ സ്വീകരിക്കേണ്ടതാണ് എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ നാം ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ മാത്രമാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് ആത്മീയ വരങ്ങൾ നൽകുന്നത്. മാത്രമല്ല, തിരുവചനം പഠിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വേല ചെയ്യാനുള്ള ശക്തി നമുക്ക് പകരുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ഓർത്തിരിക്കേണ്ട കാര്യം, ഈ ആത്മാവിന്റെ വരങ്ങൾ നമുക്കുണ്ടായിരിക്കണം. അത് പരിശുദ്ധാത്മാവ് തരുന്നു. അത് ഓരോരുത്തർക്കും വെവ്വേറെയാണ് വരം കൊടുക്കുന്നത്. അത് പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടപ്രകാരമാണ് ഓരോരുത്തർക്കും വരം നൽകുന്നതെന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു.
അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കണം. അപ്പോൾ മാത്രമേ ദൈവത്തിന്റെ വേലയിൽ ശുഷ്കാന്തിയോട് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്ന ഈ വരങ്ങൾ, മറ്റുള്ളവരുടെ നന്മയ്ക്കായി നൽകുന്ന ഈ വരങ്ങൾ നമ്മൾ പ്രാപിക്കേണ്ടതുണ്ട്. നിശ്ചയമായും പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് ഏത് വരമാണ് കർത്താവ് തന്നിട്ടുള്ളതെന്ന്? നമ്മളത് നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന വരങ്ങളെ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചതിന് ശേഷം ദൈവം തന്ന ആ വരം ദൈവത്തിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുവരെയും നിങ്ങൾ ദൈവത്തിന്റെ വരം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ ആഴ്ചയിൽ ദൈവത്തോട് കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുക. അതിനുശേഷം സ്വർഗത്തിലെ ദൈവത്തോട് ചോദിക്കുക, എന്റെ ദൈവമേ, അങ്ങ് എനിക്ക് തന്ന ഈ സമ്മാനം ഏത് വരമാണ് എനിക്ക് സമ്മാനമായി തന്നത് എന്ന് നാം ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം ഏത് വരമാണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ആ വരം ദൈവമഹത്വത്തിനായി ഉപയോഗിക്കുവാൻ കർത്താവ് നമ്മൾ നിശ്ചയമായും അനുഗ്രഹിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിറഞ്ഞ ദൈവമക്കളായി തീരണം. അതോടൊപ്പം തന്നെ ആത്മാവിന്റെ വരങ്ങൾ നിറഞ്ഞവരായി തീരണം. ഏത് വരമാണ് സമ്മാനമായി നൽകിയെന്ന് മനസ്സിലാക്കി ആ ദൈവം നൽകിയ സമ്മാനത്തെ നാം ദൈവമഹത്വത്തിനായി ഉപയോഗിക്കണം. നാം ദൈവസന്നിധിയിൽ സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട് കർത്താവിന്റെ വേലയിൽ മുന്നേറുവാൻ സ്വർഗത്തിൽ ദൈവം നമ്മെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ സമ്മാനത്തെ ദൈവമഹത്വത്തിനായി നമുക്ക് വിനിയോഗിക്കാം. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയത്ത് ജന്മദിനം ആഘോഷിക്കുന്ന രണ്ടുപേരുണ്ട്. മിസ്റ്റർ സ്റ്റാൻലി ലാസറസ് മാവേലിക്കര, അതുപോലെ അന്നമ്മ ജോൺ കുമ്പനാട്. ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പൂർണനായ അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പ്രിയപ്പെട്ട സ്റ്റാൻലി സാറിനെയും അതുപോലെ അന്നമ്മ കുമ്പനാടിനെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ ആശീർവാദം ഈ പ്രിയ മക്കളുടെ മേൽ ഉണ്ടായിരിക്കണമേ. പ്രിയ മക്കളുടെ കുടുംബാംഗങ്ങളെ എല്ലാം സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമേ. ഈ ജന്മദിനം ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു ജന്മദിനമായി, ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു ജന്മദിനമായി, തുടർന്നുള്ള ജീവിതം, ക്രിസ്തീയ ജീവിതം എല്ലാവർക്കും അടികർത്താവെ പ്രിയ മക്കൾ ഒരു മാതൃകയായി അനുഗ്രഹമായി തീരേണ്ടതിന് അടികളുടെ ദൈവമായ കർത്താവ് പ്രിയമക്കളെ ഉപയോഗിക്കണമേ. കർത്താവ് ആയുസ് നൽകണം, ആരോഗ്യം നൽകണം, ദൈവമഹത്വത്തിനായി ജീവിക്കാനുള്ള കൃപ നൽകുമാറാകണം. ഈ വർഷത്തെ അവർക്ക് നൽകുന്ന ഓരോ ദിവസവും ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ കർത്താവ് സഹായിക്കണം. അതുപോലെ തന്നെ അടിയങ്ങൾ ഈ തിരുവചനത്തിലൂടെ കേട്ടതുപോലെ സ്വർഗത്തിൽ ദൈവം തന്ന സമ്മാനം ഏതെന്ന്, ആ വരവേതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വരത്തെ, ആ സമ്മാനത്തെ സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വത്തിനായി വിനിയോഗിക്കുവാൻ സ്വർഗത്തിലെ ദൈവം പ്രിയമക്കളെ സഹായിക്കണമേ. ഇന്ന് തിരുവചനം കേട്ട എല്ലാവരെയും അതിനായി അടിയങ്ങളെ കർത്താവ് ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ. യഥാർത്ഥമായും അടിയങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സമ്മാനം അത് തിരിച്ചറിഞ്ഞ് അത് ദൈവമഹത്വത്തിനായി വിനിയോഗിപ്പാൻ സ്വർഗത്തിലെ ദൈവങ്ങളെ ഒരുക്കണം, അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതോട് തിരുനാമത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ ദിവസത്തിന്റെ ശിഷ്ട മണിക്കൂറുകൾ ദൈവമഹത്വത്തിനായി വിനിയോഗിക്കുവാൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിനമാക്കി കർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.